അങ്ങനെ ഖലീഫ ഞാൻ കണ്ടു. എനിക്കറിയാം ഞാൻ കുറച്ച് ലേറ്റ് ആണ്, കുറച്ച് വാണം സെലിബ്രേഷൻ, എക്സാം, അതുപോലെ ഒരു ട്രിപ്പൊക്കെ കാരണം ലേറ്റ് ആയത്. പക്ഷെ ഞാൻ പടം ഫസ്റ്റ് ഡേ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ തല്ലിപ്പൊളി, അസഹനീയം, അരോചക സിനിമ. പക്ഷേ എനിക്കിതിന്റെ രണ്ടാം ഭാഗം വേണം. കാരണം ഇതിന്റെ അവസാനത്തെ 10 മിനിറ്റില് അവർ കാഴ്ചവെക്കുന്ന ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, അഥവാ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവാം എന്നുള്ളൊരു പൊട്ടൻഷ്യൽ അവസാനത്തെ ആ ഒരു 10 മിനിറ്റ് ഞാൻ കണ്ടു. പക്ഷെ എനിക്ക് ആ ഒരു ചേഞ്ച് മാത്രം വരുത്തണമെന്നുണ്ട്. ആ റൈറ്ററിനെ പിടിച്ച് അങ്ങോട്ട് മാറ്റുക. അഥവാ അണ്ണന്റെ കഥ ആയിക്കോട്ടെ, ജിനൂബി അബ്രഹാം അണ്ണന്റെ കഥ ആയിക്കോട്ടെ, പക്ഷെ സ്ക്രീൻ പ്ലേ വേറെ ആരെങ്കിലും വെച്ച് എഴുതുന്നതായിരിക്കും അവർക്ക് നല്ലത്. ബിക്കോസ് ഈ പടത്തിൽ ഏറ്റവും വലിയ മോശ നെഗറ്റീവ് ശോക പരിപാടി ഈ പടത്തിന്റെ സ്ക്രീൻ പ്ലേ ആണ്. ഒരു ഓൾ ഔട്ട് മാസ് കമേഴ്ഷ്യൽ എന്റർടൈനർ എന്ന് പറഞ്ഞിട്ട് 2.25 മണിക്കൂറിൽ ഒരു 1/2 മണിക്കൂർ ഉണ്ടാവും ഈ സോ കോൾഡ് മാസ് കമേഴ്ഷ്യൽ എന്റർടൈനർ. ബാക്കിയുള്ള 2.25 മണിക്കൂർ ഒരു കുടുംബ സീരിയലാണ് ഈ പടം. കുറെ അച്ഛൻ പാസം, അമ്മ പാസം, ഭാര്യ പാസം, മകൻ പാസം, ഫ്രണ്ട് പാസം, അപ്പുറത്തെ വിട്ടത്തെ ചേട്ടന്റെ പാസം, അപ്പുറത്തെ വിട്ടത്തെ തള്ളയുടെ പാസം, ഇങ്ങനെ പാസം കൂട്ടി ഒരു 2.25 മണിക്കൂർ ഒരു സീരിയൽ അങ്ങോട്ട് പണി വെച്ചിട്ടുണ്ട് വൈശാഖും ജുനൂബി അബ്രാബും കൂടി കിട്ടിയിട്ട്. എനിക്കൊന്നും പറയാനില്ല. ടെക്നിക്കലി പടം മികച്ചു നിൽക്കുകയാണ്. പെർഫോമൻസസ് എല്ലാവരും നൈസാണ്. ഈവൻ അവർക്ക് കൊടുത്തിരിക്കുന്ന അമ്മാതിരി അൽക്കുലത്ത് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും പെർഫോമൻസസ് എല്ലാവരും നന്നായിരുന്നു. അതിപ്പോ പൃഥ്വിരാജിന്റെ സ്റ്റൈൽ, സ്വാഗ്, വാറ, ലുക്കൊക്കെ കിടിലാണ്. പക്ഷെ കാര്യം എന്താ, ഈ ആമിർ അലി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരുമാതിരി നിർഗുണ കഥാപാത്രം, അൾട്ടിമേറ്റ് നിർഗുണൻ. അതിന്റെ മുകളിൽ പടത്തിന്റെ മ്യൂസിക് ആയിരിക്കും എന്നെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയ ഒരു ഫാക്ടർ. ഇത് ജെഎക്സ് ബിജോന്റെ വർക്കാണെന്ന് പറയുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. ഈ പടത്തിലെ പാട്ടുകളൊക്കെ ഇത് ജെഎക്സ് ബിജോ ഉണ്ടാക്കിയ പാട്ടുകളാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ കാര്യത്തിൽ വരുമ്പോൾ എനിക്കൊരു 50-50 ആണ്. ഒരു 50% നൈസ് സാധനമാണ്. മറ്റേ ബ്ലഡ് ലൈൻസ് എന്ന് പറയുന്ന ട്രാക്കും അതിന്റെ കുറച്ച് വേരിയേഷൻ പരിപാടികളും പിന്നെ 1-2 ട്രാക്കുകളുണ്ട്. ബാക്കി വരുന്ന 50% എന്ന് പറയുന്നത് ഇതൊക്കെ ജെഎക്സ് ബിജോ തന്നെ ആണോടി. ജെഎക്സ് ബിജോന്റെ കരിയറിലെ വൺ ഓഫ് ഹിസ് വേഴ്സ്റ്റ് വർക്ക്സ് എന്ന് ചിലതായിരിക്കും ഈ സിനിമത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ട്രാക്ക്. എന്നെ നന്നായി നിരാശപ്പെടുത്തി. ടെക്നിക്കൽ ആസ്പെക്ട്സും പെർഫോമൻസസും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ സിനിമയിൽ എന്നെ ഒന്നും സാറ്റിസ്ഫൈ ചെയ്തില്ല. ഒന്നും. കുറെ നിർഗുണ വില്ലൻ കഥാപാത്രങ്ങളും കുറെ സോക്കോൾഡ് ബുദ്ധിപരമായ നീക്കങ്ങൾ നമ്മുടെ ഹീറോ നടത്തുന്നു എന്ന് കാണിക്കാൻ വേണ്ടി കുറെ സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു 1000 വട്ടം കണ്ട് മടുത്ത ക്ലീഷേ ജനറിക് പ്രഡിക്റ്റബിൾ പരിപാടിയാണ്. അവിടെ നമുക്ക് ഒന്നും ഫീൽ ചെയ്യണില്ല. വെറുതെ കുറെ അടി സീനൊക്കെ ഉണ്ട്, ആക്ഷൻ കൊറിയോഗ്രാഫി ഒക്കെ നൈസ്, സീൻസ് ഒക്കെ നല്ല രസമായിട്ട് എടുത്തു വെച്ചിന്. കാര്യം എന്താ, വല്ലതും ഫീൽ ചെയ്യണ്ടേ? അതിന് മെയിൻ കാരണം എന്താ, സ്ക്രീൻ പ്ലേ പണ്ണന്നതിന് പകരം അങ്ങോട്ട് നന്നായി പാളിച്ച് വെച്ചിട്ടുണ്ട് അവരെന്തായാലും. നല്ല നിരാശയുണ്ട്. പൃഥ്വിരാജിന്റെ ഒരു കംബാക്ക് ഒക്കെ പ്രതീക്ഷ പോയ ചെറുതായിട്ടൊക്കെ. എന്നാലും എന്ത് ചെയ്യാനാണ്, നിസാം ബഷീറിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് വൈശാഖ് ചെയ്യും എന്ന് പ്രതീക്ഷ എന്നെ തന്നെ പടർന്ന് പറയണം. ബട്ട് സ്റ്റിൽ ഐ ഹാഡ് സം ഹോപ്പ്. വൺ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ ചെറിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. ബട്ട് അതെന്തായാലും നന്നായി പണിച്ചു വിട്ടിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും അതാണ് എന്റെ അഭിപ്രായം ഓൺ ഖലീഫ. ഓൺലി സ്റ്റൈൽ നോ സബ്സ്റ്റൻസ് എന്നുള്ള എന്റെ ഒരു പ്രൈം എക്സാമ്പിൾ ആയിരിക്കും ഈ സിനിമ. ബട്ട് അതെന്റെ ഒപ്പീനിയൻ ആണ്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷൻ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എല്ലാം അമർത്താൻ മറക്കരുത്. ഐ വിൽ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.